Okay, good morning. Today I will take the class about the topic of vapor compression refrigeration system. Vapor compression refrigeration system. Generally, all the air conditioners or refrigerators, all the things are running under the working principle of എന്താണ് vapor compression refrigeration system. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ജനറലി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഹൗസ് ഹോൾഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എയർ കണ്ടീഷണേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നത് ഏത് സിസ്റ്റം വെച്ചിട്ടാണ്? വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇംപ്രൂവ്ഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് ഫോം ഓഫ് എന്താണ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. മോഡിഫൈഡ് ഫോം ഓഫ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. ഇറ്റ്സ് നത്തിങ് ബട്ട് എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നുണ്ടാവുക. പക്ഷേ എന്താ വ്യത്യാസമുള്ളത്? നമ്മളവിടെ എയർ ആണ് അവിടെ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ റെഫ്രിജറൻ്റ് എന്നൊന്നും പറയുന്നില്ല, എയർ ആണ് നമ്മൾ യൂസ് ചെയ്യുക, വർക്കിംഗ് മീഡിയം നമ്മളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന റെഫ്രിജറൻ്റ് ആണ് നമ്മൾ സർക്കുലേറ്റ് ചെയ്യുക. നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നത് റെഫ്രിജറൻ്റ് ആണ് നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ മോഡിഫൈഡ് ഫോം ഓഫ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ആണ്. നമ്മൾ ഇതിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന റെഫ്രിജറൻ്റ് ആണ് ജനറലി സർക്കുലേറ്റ് ചെയ്യുന്നത്. ആ റെഫ്രിജറൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്യാം? ചിലപ്പോൾ SO2 ആവാം, അമോണിയ ആവാം, ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ആവാം. അങ്ങനെയുള്ള നമ്മളിപ്പോൾ സാധാരണ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പം പുതിയ റെഫ്രിജറൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് എന്തിനകത്ത് യൂസ് ചെയ്യാം? ഈ R134 R111 അങ്ങനെയുള്ള റെഫ്രിജറൻസ് ഒക്കെ നമുക്ക് എന്തിനകത്ത് യൂസ് ചെയ്യാം? വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് നമ്മളവിടെ ലിക്വിഡ് ഒരു കൂളിംഗ് മീഡിയം വേറെ സർക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എയർ അങ്ങനെയൊന്നുമില്ല. എന്താണ് നമ്മൾ റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ റെഫ്രിജറൻ്റ് ആണ് എൻറ്റയർ നമ്മൾ കാണുന്ന സിസ്റ്റത്തിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ട്യൂബിനകത്ത് കൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് മാത്രമാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് സൈക്കിളാണ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഇതിൻ്റെ പുറത്തേക്ക് ഇതിനകത്തുനിന്ന് പുറത്തേക്ക് എങ്ങോട്ട് എന്തില്ല ഒന്നും പോകുന്നില്ല, പുറത്തോട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് സാധാരണ നോർമലി റെഫ്രിജറേഷൻ പർപ്പസിന് എല്ലാ ടൈപ്പ് ഓഫ് റെഫ്രിജറേഷൻ പർപ്പസിനും കൂടുതലും നമ്മളിപ്പം ഉപയോഗിച്ച് കാണുന്നത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് എന്ത് കൂടുതലാണ്? എഫിഷ്യൻസി കൂടുതലാണ്. ബാക്കിയുള്ള സിസ്റ്റത്തിനേക്കാളും നമ്മൾ സാധാരണ യൂസ് ചെയ്യുകയാണെങ്കിൽ എയർ റെഫ്രിജറേഷൻ സൈക്കിളിനേക്കാളോ അല്ലെങ്കിൽ നമ്മുടെ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം നമ്മൾ പഠിക്കും. ഇനി ആ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിനേക്കാളോ ഒക്കെ നമുക്ക് കമ്പാരിറ്റീവ്ലി COP കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ആർക്ക് കൂടുതലാണ്? വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നോക്കാം എന്താണ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കോമ്പണൻസ് എന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ് മെയിൻ കോമ്പണൻസ് നമുക്ക് വരുന്നത്? നമുക്കറിയാം മെയിൻ ആയിട്ട് വരുന്ന കോമ്പണൻസ് ആണ് ഫസ്റ്റ് നമുക്ക് വരുന്നതാണ് കംപ്രസർ. ഫസ്റ്റ് കോമ്പണന്റ് വരുന്നതാണ് കംപ്രസർ. ഓക്കെ ആണല്ലോ, കംപ്രസർ ആണ് ഫസ്റ്റ് കോമ്പണന്റ്. സെക്കൻഡ് കോമ്പണന്റ് വരുന്നതാണ് കണ്ടൻസർ. ഓക്കെ, ഫസ്റ്റ് കോമ്പണന്റ് വരുന്നതാണ് കംപ്രസർ, സെക്കൻഡ് കോമ്പണന്റ് വരുന്നതാണ് കണ്ടൻസർ. ഓക്കെ, ഫസ്റ്റ് കോമ്പണന്റ് വരുന്നതാണ് കംപ്രസർ, സെക്കൻഡ് കോമ്പണന്റ് വരുന്നതാണ് കണ്ടൻസർ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഈ AB എന്ന് കൊടുത്തിട്ടുള്ളതാണ് കംപ്രസർ. സെക്കൻഡ് നമ്മളിവിടെ കാണുന്ന ട്യൂബുകൾ അല്ലേ, ട്യൂബ് കാണാനല്ലേ എല്ലാവർക്കും ട്യൂബ് കാണാണ്ടല്ലേ? സാധാരണ നമ്മുടെ വീട്ടിനകത്തൊക്കെ ഉള്ള റെഫ്രിജറേറ്ററിനകത്ത് നമുക്ക് ബാക്കിൽ എന്ത് കാണാം? ട്യൂബ്സ് കാണാം അല്ലേ? അതെന്താണ്? കണ്ടൻസിങ് ട്യൂബ്സ് ആണ് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടൻസർ എന്ന് പറയുക. അപ്പോൾ എന്ത് കഴിഞ്ഞു? കംപ്രസർ കഴിഞ്ഞു, കണ്ടൻസർ കഴിഞ്ഞു. റിസീവർ നിങ്ങൾ നോക്കണ്ട. നെക്സ്റ്റ് നമുക്ക് വരുന്ന അടുത്തൊരു മെയിൻ കോമ്പണന്റ് വരുന്നതാണ് എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് നമുക്ക് വരുന്നതാണ് എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ്. എന്താ വരുന്നത്? എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ്. അപ്പോൾ കിട്ടിക്കാണും. അപ്പോൾ എന്തൊക്കെ കോമ്പണൻസ് ആയി? ഫസ്റ്റ് കോമ്പണന്റ് വരുന്നത് എന്താണ്? കംപ്രസർ ആണ് വരുന്നത്. സെക്കൻഡ് നമുക്ക് വരുന്നത് കണ്ടൻസർ ആണ് വരുന്നത്. തേർഡ് വൺ നമുക്ക് വരുന്നത് എന്താണ്? എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ് ആണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫോർത്ത് വൺ നമുക്ക് വരുന്നതാണ് ഇവാപ്പറേറ്റർ. ഇവാപ്പറേറ്റർ അല്ലെങ്കിൽ ഇവാപ്പറേറ്റീവ് കോയിൽ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? നമ്മുടെ കോമ്പണൻസ് നമുക്ക് വരുന്നുണ്ടാവുക. ശ്രദ്ധിക്കാം, ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണ് വരുന്നുണ്ടാവുക കോമ്പണൻസ്. ഫസ്റ്റ് വൺ നമുക്ക് വരുന്നത് ഇതാണ് കംപ്രസർ. സെക്കൻഡ് കംപ്രസർ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്? കണ്ടൻസർ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്? എക്സ്പാൻഷൻ ഡിവൈസ്.
കംപ്രസർ കഴിഞ്ഞു, കംപ്രസർ ഉണ്ട് അല്ലേ, കംപ്രസർ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്തായി, കണ്ടൻസർ ഉണ്ട്. ഇതാണ് കണ്ടൻസർ. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ്, ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്, എക്സ്പാൻഷൻ ഡിവൈസ് അല്ലേ, എക്സ്പാൻഷൻ ഡിവൈസ് നമുക്കുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്, ഇവാപ്പറേറ്റർ നമുക്കുണ്ട് അല്ലേ, ഇവാപ്പറേറ്റർ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പഠിച്ചു, പിന്നെ മറക്കരുത് കോമ്പണൻസ് ഓഫ് എയർ, നമ്മുടെ എന്താണ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. എന്താ നമുക്ക് വരുന്നുണ്ടാവുക, 4 കോമ്പണൻസ് ആണ് വരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് വരുന്നുണ്ടാവുക, കംപ്രസർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, എക്സ്പാൻഷൻ ഡിവൈസ് ഉണ്ട്, ഇവാപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബേസിക് വർക്കിംഗ് ആണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനൊക്കെ മുന്നിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ കണ്ടീഷൻ എന്ന് മനസ്സിലാക്കാം. വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ കണ്ടീഷൻ എന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കോമ്പണൻസും അതിൻ്റെ വർക്കിങ്ങിലേക്കും പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഫസ്റ്റ് കേസ് നമുക്ക് വരുന്നതാണ് കംപ്രസറിൻ്റെ ഇൻലെറ്റ്. കംപ്രസറിൻ്റെ ഇൻലെറ്റിലെ കണ്ടീഷൻ എന്താണെന്ന് അറിയൂ, ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ ആണ് നമുക്ക് എവിടെ കിട്ടുന്നുണ്ടാവുക, കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ടാവുക, കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. കിട്ടിയല്ലോ എല്ലാവർക്കും. കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ നമുക്ക് എന്താ കിട്ടുന്നുണ്ടാവുക, ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ ആണ് നമുക്ക് എവിടെ കിട്ടുന്നുണ്ടാവുക, കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് കിട്ടി ഇല്ലേ. ഇനി എന്താ ചെയ്യുന്നത്, നമുക്ക് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് കംപ്രഷൻ. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഈ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പറിനെ കംപ്രസർ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യണത്, നമ്മൾ വോള്യം എന്ത് ചെയ്യുകയാണ്, വോള്യം കുറയുന്നു അല്ലേ. വോള്യം കുറയുമ്പോൾ എന്ത് കുറയും, അതിനകത്തുള്ള റെഫ്രിജറന്റ് എന്ത് കൂടും, പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതിന് എന്ത് സംഭവിക്കും, പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമുക്ക് വന്നു കംപ്രസറിൻ്റെ ഇൻലെറ്റ് ആണ്, കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, നമുക്ക് എന്തായി, ഹൈ പ്രഷറായിട്ട് മാറി അല്ലേ. അപ്പോൾ എന്തായിട്ട് മാറി, ഹൈ പ്രഷറായിട്ട് മാറി. അപ്പോൾ എന്താ കാണുന്നത്, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റ് ആണ് നമ്മൾ എവിടെ കാണുന്നുണ്ടാവുക, നമ്മുടെ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റിൽ വരുന്നുണ്ടാവുക. എന്താ നമ്മൾ കാണുന്നുണ്ടാവുക, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റ് ആണ് നമുക്ക് എവിടെ കാണുന്നുണ്ടാവുക, കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റിൽ നമ്മൾ കാണുന്നുണ്ടാവുക. ഇനി നമ്മളവിടെ പ്രഷർ ഗേജ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ പ്രഷർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ മെയിൻ കോമ്പണൻസ് അല്ല. നെക്സ്റ്റ് നമ്മൾ കാണുന്നതാണ് കണ്ടൻസർ. കണ്ടൻസർ എന്താ ചെയ്യുന്നത്, കണ്ടൻസർ എന്ത് ചെയ്യുന്നു, കണ്ടൻസ് വെച്ചാൽ എന്താ ചെയ്യണത്, നമുക്ക് അതിനകത്തുള്ള ഹീറ്റിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ലാറ്റൻ ഹീറ്റിനെ വലിച്ചെടുക്കുകയാണ്. എന്ത് ഹീറ്റിനെ വലിച്ചെടുക്കുന്നത്, ലാറ്റൻ ഹീറ്റിനെ വലിച്ചെടുക്കുകയാണ്. എന്താ ഈ ലാറ്റൻ ഹീറ്റ് എന്ന് വെച്ചാൽ, വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫേസ് എന്താ ഉണ്ടാവുന്നത്, ടെമ്പറേച്ചറിനകത്ത് ചേഞ്ച് ഇല്ലാതെ, ടെമ്പറേച്ചറിനകത്ത് ചേഞ്ച് ഇല്ലാതെ ഫേസ് മാത്രം ചേഞ്ച് ചെയ്ത് അതിനകത്തുള്ള ഹീറ്റിനെ വലിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലാറ്റൻ ഹീറ്റ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ലാറ്റൻ ഹീറ്റ് എന്ന് പറയാം. അപ്പോൾ ലാറ്റൻ ഹീറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇത്രയേ ഉള്ളൂ. എന്തില്ല, ടെമ്പറേച്ചറിന് ചേഞ്ച് ഇല്ല, പക്ഷെ എന്ത് ചെയ്യുന്നു, ഫേസ് ചേഞ്ച് ആവുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ലാറ്റൻ ഹീറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, കണ്ടൻസർ ആണ് അല്ലേ. കണ്ടൻസർ വെച്ചിട്ടുണ്ടെങ്കിൽ കോയിൽസ് ആണ്, കണ്ടൻസിങ് കോയിൽസ് ആണ്. അപ്പോൾ ഈ കണ്ടൻസിങ് കോയിലിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, കണ്ടൻസിങ് കോയിലിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഫാനൊക്കെ ഒപ്പം വെച്ചിട്ടുണ്ടാവും അല്ലേ, കോയിലിൻ്റെ കൂടെ ഒപ്പം തന്നെ ഫാനൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യണത്, അപ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടൻസർ ഫാനൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഹീറ്റിനെ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. അവിടെ എന്ത് ചെയ്യും, ഹീറ്റിനെ റിജക്ട് ചെയ്യും. എങ്ങനെയാണ് ഹീറ്റിനെ റിജക്ട് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തിട്ടല്ല, എങ്ങനെയാണ്, ത്രൂ ഫേസ് ചേഞ്ച് വഴി എന്ത് ചെയ്യും, ഹീറ്റിനെ റിജക്ട് ചെയ്യും. ഫസ്റ്റ് കേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കേസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അപ്പോൾ ഇവിടെ നിന്ന് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ, നമ്മളെന്താണ് കണ്ടൻസറിൻ്റെ ഇൻലെറ്റിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ ആണ് വരുന്നത് അല്ലേ. ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ ആണ് വരുന്നത്. അപ്പോൾ അത് കണ്ടൻസറിലൂടെ കടന്നുപോയി കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റിൽ എത്തുമ്പോൾ അത് എന്തായിട്ട് മാറും, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എന്തായിട്ട് മാറും, ലിക്വിഡായിട്ട് മാറും. ശ്രദ്ധിക്കാം, മനസ്സിലായോ എന്താണ്ടാവുന്നത്, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ എന്നുള്ളത് കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റിൽ എത്തുമ്പോൾ എന്തായിട്ട് മാറും, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എന്തായിട്ട് മാറും, ലിക്വിഡായിട്ട് മാറും. മനസ്സിലായോ, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ എന്നുള്ളത് കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റിൽ എത്തുമ്പോൾ എന്തായിട്ട് മാറും, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എന്തായിട്ട് മാറും, ലിക്വിഡായിട്ട് മാറും. കഴിഞ്ഞു. അപ്പോൾ അത് നമ്മുടെ അടുത്ത പ്രോസസ്സ് നമ്മുടെ കഴിഞ്ഞു.
ഇനി എന്താ ചെയ്യുന്നത്, അത് കളക്ട് ചെയ്യാനായിട്ട് റിസീവ് ചെയ്യാനായിട്ട് നമ്മളൊരു റിസീവർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെയിൻ കോമ്പണൻ്റ് അല്ല, റിസീവ് ചെയ്യുന്നു, അതിന് വേറെ ഫംഗ്ഷനൊന്നുമില്ല. റിസീവ് ചെയ്തിട്ട് തിരിച്ചെന്തിലേക്ക് കണക്ട് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു, എക്സ്പാൻഷൻ വാൽവിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്രസറിൻ്റെ കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എന്താ കിട്ടുന്നത്, ലിക്വിഡ് ആണ് കിട്ടുന്നത്. നമ്മൾ ടെമ്പറേച്ചർ അതിന് റെപ്രസെൻറ്റ് ചെയ്ത്, പക്ഷേ നമുക്ക് കണ്ടീഷൻ അതാണ്, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് ആണ് നമുക്ക് എവിടെ കിട്ടുന്നുണ്ടാവുക, കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. മനസ്സിലായല്ലോ. ഇനി എന്താ ചെയ്യുന്നത്, ഇത് നെക്സ്റ്റ് എന്തിലൂടെയാണ് പോകുന്നത്, എക്സ്പാൻഷൻ വാൽവിലൂടെയാണ് പോകുന്നത്. ഇതിലൂടെ നമ്മൾ പോകുന്നുണ്ടാവുക, എക്സ്പാൻഷൻ വാൽവിലൂടെയാണ് പോകുന്നുണ്ടാവുക. ഈ എക്സ്പാൻഷൻ വാൽവിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക, തെർമോഡൈനാമിക്സിലാണ് പഠിച്ചിട്ടുണ്ടാവുക. തെർമോഡൈനാമിക്സിൽ ജൂൾ തോംസൺ കോഎഫിഷ്യൻറ്റ് നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടാവും. ജൂൾ തോംസൺ കോഎഫിഷ്യൻറ്റ് അവിടെ നമ്മളൊരു വാൽവൊക്കെ കാണുന്നുണ്ടാവും, അല്ല ഒരു പൈപ്പ് കാണുന്നുണ്ടാവും. ആ പൈപ്പിൽ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്, ഒരു ബട്ടർഫ്ലൈ വാൽവോ ഒരു കൺട്രോൾ വാൽവോ വെച്ചിട്ടുണ്ടാവും. ആ വാൽവ് കൺട്രോൾ ചെയ്യുമ്പോൾ എന്ത് കുറയുന്നുണ്ടാവും, പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് പാരലായിട്ട് നമുക്ക് എന്ത് പറയുന്നുണ്ടോ, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മളവിടെ പഠിച്ചിട്ടുണ്ടാവും. മ്യൂ ജെ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോട്ട് ടി ബൈ ഡോട്ട് പി അറ്റ് എച്ച് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ജൂൾ തോംസൺ കോഎഫിഷ്യൻറ്റ് എവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നുണ്ടാവുക. അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് എവിടെ വരുന്നുണ്ടാവുക, ഇവിടെ നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താ നമുക്കുള്ളത്, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ റെഫ്രിജറൻറ്റിനെ നമ്മൾ എക്സ്പാൻഷൻ വാൽവിലൂടെ പാസ് ചെയ്യുമ്പോൾ, എക്സ്പാൻഷൻ വാൽവിലൂടെ കടത്തി വിടുമ്പോൾ, അത് എക്സ്പാൻഷൻ വാൽവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക എന്തൊക്കെയാവാം, നമുക്കിവിടെ ത്രോട്ടിൽ വാൽവുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വേറെ എക്സ്പാൻഷൻ ഡിവൈസസ് വേറെ യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് നമ്മൾ ത്രോട്ടിൽ വാൽവാണ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് എന്തായിട്ട് മാറും, കണ്ടീഷൻ എന്തായിട്ട് മാറും, അതിനെന്തായിട്ട് മാറും, അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ആര് പ്രഷർ റെഡ്യൂസ് ചെയ്യും, എക്സ്പാൻഷൻ ഡിവൈസ് പ്രഷർ റെഡ്യൂസ് ചെയ്യും. ആ പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ടെമ്പറേച്ചറും റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതാണ് എക്സ്പാൻഷൻ പ്രോസസ്സ്. മനസ്സിലായോ. പ്രഷർ റെഡ്യൂസ് ചെയ്യുന്ന ഒപ്പം എന്തും റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെമ്പറേച്ചറും റെഡ്യൂസ് ചെയ്യുന്നു. അതാണ് എന്ത് വരുന്നുണ്ടാവുക, എക്സ്പാൻഷൻ പ്രോസസ്സ് വരുന്നുണ്ടാവും. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഒരു ഭാഗം ലിക്വിഡ് പാർട്ടിക്കിൾ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, വേപ്പറായിട്ട് മാറിയിട്ടുണ്ടാവും. ഒരു ഭാഗം ലിക്വിഡ് പാർട്ടിക്കിൾ വേപ്പറായിട്ട് മാറിയിട്ടുണ്ടാവും. ബാക്കി പാർട്ടിക്കിൾസ് റിമൈൻസ് എന്തായിരിക്കും കണ്ടീഷൻ, വേപ്പർ സ്റ്റേജിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. മനസ്സിലായോ. ഒരു ഭാഗം പാർട്ടിക്കിൾ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, വേപ്പറായിട്ട് മാറിയിട്ടുണ്ടാവും, അല്ല ലിക്വിഡ് എന്നുള്ളത് വേപ്പറായിട്ട് മാറിയിട്ടുണ്ടാവും. ബാക്കിയുള്ളത് റിമൈൻ എന്തായിരിക്കും കണ്ടീഷൻ, ലിക്വിഡ് പാർട്ടിക്കിൾ തന്നെയായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കണ്ടീഷൻ എത്രയേ ഉള്ളൂ, നമ്മുടെ എന്താണ്, ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ ഔട്ട്ലെറ്റിലെ കണ്ടീഷൻ എന്താ നമുക്ക് വരുന്നുണ്ടാവുക, ദാറ്റ് ഈസ് എന്താണ്, ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ എന്താ നമുക്ക് കിട്ടുന്നുണ്ടാവുക, ലിക്വിഡ് വേപ്പർ മിക്സ്ചർ ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. എന്താ നമുക്ക് കിട്ടുന്നുണ്ടാവുക, ലിക്വിഡ് വേപ്പർ മിക്സ്ചർ ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമ്മൾ ശ്രദ്ധിക്കുക, ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് വേപ്പർ മിക്സ്ചർ ആണ് നമുക്ക് എവിടെ കിട്ടുന്നുണ്ടാവുക, ഔട്ട്ലെറ്റ് ഓഫ് എന്തിനകത്ത് കിട്ടുന്നുണ്ടാവുക, എക്സ്പാൻഷൻ വാൽവിനകത്ത് കിട്ടുന്നുണ്ടാവുക. മനസ്സിലായല്ലോ. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമുക്ക് കിട്ടി ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ആയിട്ട് ലിക്വിഡ് വേപ്പർ മിക്സ്ചർ നമുക്ക് കിട്ടി. ഈ സംഭവം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എവിടെയാണ് റെഫ്രിജറേഷൻ നടത്തേണ്ടത് അവിടേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. നിങ്ങൾ എന്താ ആലോചിക്കുന്നത്, പറ്റുന്നതാണോ ചിന്തിക്കുന്നത്? പറ്റും. നമുക്ക് ലിക്വിഡ് വേപ്പർ മിക്സ്ചറിനെ നമുക്ക് നമ്മുടെ റൂം എടുക്കുവാണ്, എയർ കണ്ടീഷൻ ഇരിക്കുന്ന റൂം എടുക്കുവാണ്. ആ റൂമിനകത്ത് നമ്മൾ ലിക്വിഡ് വേപ്പർ മിക്സ്ചർ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഫിഷ്യൻ്റ് ആയിട്ട് റെഫ്രിജറേഷൻ നടക്കൂ അല്ലെങ്കിൽ കൂളിംഗ് നടക്കൂ? ഇല്ല. അപ്പോൾ നമുക്കത് എന്താക്കി മാറ്റണം, ആ ലിക്വിഡ് വേപ്പർ റെഫ്രിജറൻറ്റിനെ എന്താക്കി മാറ്റണം, വേപ്പർ റെഫ്രിജറൻ്റ് ആക്കി മാറ്റണം. വേപ്പർ റെഫ്രിജറൻ്റ് ആക്കിയിട്ട് മാറ്റണം. ഈ വേപ്പർ റെഫ്രിജറൻ്റ് ആക്കി മാറ്റാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക, ദാറ്റ് ഈസ് ഇവാപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ലിക്വിഡ് വേപ്പർ റെഫ്രിജറൻറ്റിനെ ദാറ്റ് ഈസ് എന്താണ്, വേപ്പർ റെഫ്രിജറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വേപ്പറിലേക്ക് മാറ്റാൻ, കണ്ടീഷൻ എന്താക്കി മാറ്റാൻ, വേപ്പറാക്കി മാറ്റാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക, ദാറ്റ് ഈസ് ഇവാപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇവാപ്പറേറ്റർ ഈസ് നത്തിങ് ബട്ട് എന്താണ്, അതൊരു
ഇവാപ്പറേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണഗതിക്ക് നമ്മൾ എന്താണ് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് കാണാറുണ്ട്? മിക്കവാറും എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്? കുറേ ആൾക്കാരുടെ വീട്ടിലൊക്കെ എയർ കണ്ടീഷണർ ഉണ്ട് അല്ലേ? അപ്പോൾ എയർ കണ്ടീഷണറിനകത്ത് നമ്മൾ സാധാരണ എന്ത് കാണാറുണ്ട്? എയർ കണ്ടീഷണർ എന്ന് പറയുന്ന ഒരു സാധനം കാണുന്നില്ലേ? എയർ കണ്ടീഷണർ എന്ന് പറയുന്ന ഒരു സാധനം കാണാല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുക ശരിക്കും? ഇവാപ്പറേറ്റർ എന്ന് പറയേണ്ടത് ആ ഭാഗത്ത്. അതൊക്കെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവുക? അപ്പോൾ എന്താ സംഭവിക്കണം ആക്ച്വലി? അപ്പോൾ നമുക്ക് വരുന്ന കോൺസെപ്റ്റ് അതന്നെയാണ് ശരിക്കും എന്ത് വരുന്നുണ്ടാവുക? ഇവാപ്പറേറ്റർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? നമ്മളവിടെ ഹീറ്റ് എടുക്കണ്ടാവും, വലിച്ചെടുക്കണ്ടാവും. നമ്മൾ നേരത്തെ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഹീറ്റ് വലിച്ചെടുത്ത് അത് എന്താക്കി മാറ്റി? അതിനെ ദാറ്റ് ഈസ് ലിക്വിഡ് വേപ്പർ മിക്സ്ചറിനെ എന്താക്കി മാറ്റും? ലോ പ്രഷർ അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? അവിടെ ഹീറ്റ് വലിച്ചെടുക്കുമ്പോൾ ഇവിടെ വെരി ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ലിക്വിഡ് വേപ്പർ മിക്സ്ചർ ആണെങ്കിൽ അതിനെ നമ്മൾ ദാറ്റ് ഈസ് ഇവാപ്പറേറ്ററിലൂടെ കടത്തി വിടുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇതിന് ടെമ്പറേച്ചർ സ്ലൈറ്റ് ആയിട്ട് കൂടുതലായിട്ട് കയറും. ടെമ്പറേച്ചർ പ്രഷർ കുറച്ച് കയറും. പക്ഷെ നമുക്ക് എന്തായിരിക്കും? കംഫർട്ട് കണ്ടീഷൻ തന്നെയാവും. എന്താ കാരണം? നമ്മൾ ഹീറ്റ് എടുക്കുകയല്ല ചെയ്യുന്നത്, ഹീറ്റ് വലിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്ലൈറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ടാവും? ടെമ്പറേച്ചറും പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷെ എന്തായി? കണ്ടീഷൻ എന്തായിട്ട് മാറും? കണ്ടീഷൻ വേപ്പറിൽ നിന്ന് എന്തായിട്ട് മാറും? ലിക്വിഡ് വേപ്പറിൽ നിന്ന് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? വേപ്പറായിട്ട് മാറിയിടും. ആക്ച്വലി ഈ വേപ്പർ റെഫ്രിജറൻ്റ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ എയർ കണ്ടീഷണറിനകത്ത് അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ബേസിക്കലി നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് റെഫ്രിജറേഷൻ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കണ്ടീഷൻ ഉള്ളത് എന്തായിരിക്കും? ഈ പറയുന്ന വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ റെഫ്രിജറൻറ്റ് അതിനെയാണ് ആ റെഫ്രിജറൻ്റ് ആണ് നമുക്ക് എന്തുണ്ടാവുക? അതിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇവാപ്പറേറ്റീവ് നമ്മൾ ഫാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും സെപ്പറേറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? കൂൾഡ് ആയിട്ടുള്ള എയർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ എയർ കണ്ടീഷണർ ആണെങ്കിൽ നമ്മുടെ റൂമിനകത്ത് സപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് സിസ്റ്റം എടുത്താലും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. ഈ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്നുള്ളത് ബേസിക് കോൺസെപ്റ്റ് വരുന്നതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കുക 4 കോമ്പണൻസ് ആണ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡയഗ്രാം വരയ്ക്കുക. ഈ ഡയഗ്രാമത്തിനകത്ത് ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്തൊക്കെ വേണ്ടാത്തത്? ഈ പ്രഷർ ഗേജ് വേണമെന്നില്ല. അതുപോലെ നമുക്ക് ഈ റിസീവർ എന്നുള്ളത് ഇത് വേണമെന്നില്ല. നമ്മളത് ആക്ച്വൽ കേസ് വരുമ്പോൾ അങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, നിർബന്ധമില്ല. നമുക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? കംപ്രസർ റെപ്രസെൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളൊരു ബ്ലോക്ക് ഡയഗ്രാമായിട്ട് വരച്ചാലും അത് കറക്റ്റാണ്. ഒരു ബ്ലോക്കിനകത്ത് വരയ്ക്കുക എന്താണെന്നുള്ളത് കംപ്രസർ എന്ന് എഴുതുക. ഫസ്റ്റ് വൺ കംപ്രസർ. സെക്കൻഡ് ബ്ലോക്ക് ഇവിടെ നമ്മൾ എഴുതി എന്താണ്? കണ്ടൻസർ. അടുത്തൊരു ബ്ലോക്ക് നമ്മൾ എന്ത് എഴുതി? എക്സ്പാൻഷൻ ഡിവൈസ്. അടുത്തൊരു ബ്ലോക്ക് നമ്മൾ എന്ത് എഴുതി? ഇവാപ്പറേറ്റർ. അത് എഴുതി കഴിഞ്ഞാൽ എന്തായി? ആ വർക്കിംഗ് ആ ലൈൻ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. ലൈൻ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും കണ്ടീഷൻസ് പക്ക അവിടെ എഴുതുക. മനസ്സിലായോ? കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ. ഇനി കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ. കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റിൽ നമ്മൾ കാണുമ്പോൾ എന്താ വരുന്നത്? ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എന്താണ്? ലിക്വിഡ്. കിട്ടിയല്ലോ? ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ്. ഇനി അത് കഴിഞ്ഞു എക്സ്പാൻഷനിലേക്ക് പോയി. എക്സ്പാൻഷൻ്റെ ഔട്ട്ലെറ്റ് വരുമ്പോൾ എന്താ പറയുന്നത്? ലോ പ്രഷർ എന്ത് ചെയ്തു? ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് വേപ്പർ മിക്സ്ചർ. എന്താ പറയുന്നത്? ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് വേപ്പർ മിക്സ്ചർ. ഇനി അതെന്തിലേക്ക് പോയി? ഇവാപ്പറേറ്ററിലേക്ക് പോയി. ഇവാപ്പറേറ്ററിൻ്റെ ഔട്ട്ലെറ്റിൽ എന്താണ്? സെയിം കോൺസെപ്റ്റ് ആണ്, ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ. ഇതാണ് ദിസ് ഇസ് ദ എൻറ്റയർ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എന്തെന്നുള്ളത്? വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇനി ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഓരോന്നിൻ്റെയും കണ്ടീഷൻസ് പഠിക്കണം, ഓരോന്നിൻ്റെയും വർക്കിംഗ്. ഇതിപ്പോൾ നമ്മൾ വർക്കിംഗ് ഒക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ COP കണ്ടുപിടിക്കണം, സൈക്കിൾ ഒന്ന് പഠിക്കണം. അപ്പോൾ നമ്മൾ സൈക്കിളിനകത്ത് ബേസിക് എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് പോവാം. നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് വരുന്നത് ഇതന്നെ വെച്ചാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മളോട് സൈക്കിൾ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പറയുന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? ഇവിടെ നമ്മൾ ഫസ്റ്റ് കോമ്പണൻറ്റ് കാണുന്നത് എന്താണ്? ഫസ്റ്റ് കോമ്പണൻറ്റ് കാണുന്നത് കംപ്രസറാണ്. കംപ്രസർ എന്താ ചെയ്യുന്നത്? കംപ്രഷൻ അല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് പ്രോസസ്സ് നമുക്ക് വരുന്നതാണ്. ഇത് തിയററ്റിക്കൽ സൈക്കിളാണ്. ഫസ്റ്റ് പ്രോസസ്സ് നമുക്ക് വരുന്നുണ്ടാവുക എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷനാണ്. അപ്പോൾ 1 to 2 എന്നുള്ള പ്രോസസ്സ് എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷനാണ്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പണൻറ്റ് കംപ്രസറാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? 1 to 2. ഇതാണ് 1 to 2 എന്ന് വെച്ചാൽ എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷനാണ്. ഐസെൻട്രോപിക് കംപ്രഷനാണ്. ഇനി എന്താണ് വരുന്നുണ്ടാവുക? 2 to 3 കണ്ടൻസർ അല്ലേ? കണ്ടൻസറിൻ്റെ പ്രോസസ്സ് എന്താ വരുന്നുണ്ടാവുക? കോൺസ്റ്റന്റ് പ്രഷർ കൂളിംഗ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ് ഇതിനകത്ത് വരുന്നുണ്ടാവുക, കണ്ടൻസറിനകത്ത് വരുന്നുണ്ടാവുക. ശ്രദ്ധിക്കുക, വീണ്ടും ശ്രദ്ധിക്കുക. കണ്ടൻസറിനകത്ത് വരുന്ന എന്താണ്?
കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ് എന്തിനകത്ത് വരുന്നുണ്ടാവുക? കണ്ടൻസറിൻ്റെ അകത്ത് വരുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? അടുത്ത പ്രോസസ്സ് നമുക്ക് വരുന്നുണ്ടാവുക എക്സ്പാൻഷൻ ഡിവൈസ് ആണ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്ത് എക്സ്പാൻഷൻ ആണ്? എന്താണ് ഇവിടെ നമുക്ക് വരുന്നുണ്ടാവുക? ഐസെൻതാൽപിക് എക്സ്പാൻഷൻ ആണ്. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ അല്ല നമുക്കിവിടെ വരുന്നുണ്ടാവുക, ഐസെൻതാൽപിക് എക്സ്പാൻഷൻ ആണ് നമുക്കിവിടെ വരുന്നുണ്ടാവുക. എന്ത് എക്സ്പാൻഷനാണ് വരുന്നുണ്ടാവുക? ഐസെൻതാൽപിക് എക്സ്പാൻഷൻ ആണ്. എൻതാൽപി കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക? എക്സ്പാൻഷൻ നടക്കുന്നത്. അതാണ് എന്തിനകത്ത് വരുന്നുണ്ടാവുക? ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് വരും μJT. എന്താ പറയുന്നത്? ഡോട്ട് ടി ബൈ ഡോട്ട് പി അറ്റ് എന്താണ്? എച്ച് ഈക്വൽ ടു എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ആ പ്രോസസ്സ് എന്താ പറയുക? ഐസെൻതാൽപിക് എക്സ്പാൻഷൻ ആണ് നമുക്ക് അവിടെ വരുന്നുണ്ടാവുക. ഐസെൻതാൽപിക് എക്സ്പാൻഷൻ ആണ് നമുക്ക് എന്തിൽ വരുന്നുണ്ടാവുക? എക്സ്പാൻഷൻ ഡിവൈസിനകത്ത് നമുക്ക് വരുന്നുണ്ടാവുക. ലാസ്റ്റ് പ്രോസസ്സ് അഗെയിൻ നമുക്ക് വരുന്നതാണ് എന്താ വരുന്നുണ്ടാവുക? ഇവാപ്പറേറ്റർ. അപ്പോൾ ഇവാപ്പറേറ്ററിന്റെ പ്രോസസ്സ് എന്താ? ഇവാപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റിനെ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റൂമിലെ ഹീറ്റ് ആണെങ്കിൽ റൂമിലെ ഹീറ്റിനെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ റെഫ്രിജറേറ്ററിനകത്താണെങ്കിൽ റെഫ്രിജറേറ്ററിനകത്തുള്ള ഹീറ്റിനെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അതെന്തായിട്ട് മാറി? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്സാണ് ലാസ്റ്റ് പ്രോസസ്സ് നമുക്ക് വരുന്നുണ്ടാവുക. ലാസ്റ്റ് 4:1 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നുണ്ടാവുക? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അബ്സോർപ്ഷൻ ആണ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് നോർമൽ കേസിൽ നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ, എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബേസിക് കോൺസെപ്റ്റുകൾ എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവില്ലേ? എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓരോന്നിൻ്റെയും കേസുകളാണ്. എന്താണ്, എങ്ങനെയാണ് ഓരോന്നിൻ്റെയും വർക്കിംഗ്. ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? എല്ലാവർക്കും എന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ഇത് തന്നെയാണ്, നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു. കംപ്രസർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? കംപ്രസർ എന്താ ചെയ്യുന്നത്? ലോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ആണ് ഇവാപ്പറേറ്റർ എന്ന് വരുന്നുണ്ടാവുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് മാറി? അപ് ടു കംപ്രസ്ഡ് പ്രഷർ. അപ്പോൾ അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു ടു ഹയർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്, കംപ്രസർ. സെക്കൻഡ് കേസ് നമുക്ക് വരുന്നത് കണ്ടൻസർ ആണ്. കണ്ടൻസർ എന്താണ്? നമ്മൾ സാധാരണ അറിയാം, കൺസിസ്റ്റൻ്റ് എന്താണ്? കോയിൽ ഓഫ് പൈപ്പ് ആണ്. അതിനെന്താക്കി വരുന്നു? ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് വേപ്പർ ദാറ്റ് ഈസ് റെഫ്രിജറൻറ്റ്. ലിക്വിഡ് വേപ്പർ റെഫ്രിജറൻറ്റ് ഈസ് കൂൾഡ് ആൻഡ് കണ്ടൻസർ ടു എന്തായിട്ട് മാറ്റി? ലിക്വിഡ് റെഫ്രിജറൻ്റ് ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ അതാണ് കോൺസെപ്റ്റ് അതിനകത്ത് വരുന്നുണ്ടാവുക. റിസീവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ്? ഒരു കളക്ടിങ് ടാങ്ക് ആണ്, സ്റ്റോർ ചെയ്യുന്ന ഒരു വെസൽ മാത്രമാണ്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ് ആണ്. എക്സ്പാൻഷൻ വാൽവ് എന്താ ചെയ്യുന്നുണ്ടാവുക? ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് പാസ്ഡ് ത്രൂ എന്താണ്? കൺട്രോൾ ഡിവൈസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ്. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ടാവും? അതിൻ്റെ ടെമ്പറേച്ചറും എന്ത് ചെയ്യുന്നുണ്ടാവും? റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ് വൺ നമുക്ക് വരുന്നതാണ് ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഇവാപ്പറേറ്റർ കോയിൽസ് ആണ്. അതെന്ത് ചെയ്യുന്നു? ലിക്വിഡ് വേപ്പർ റെഫ്രിജറൻറ്റിനെ അറ്റ് ലോ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഇവാപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ? സ്ലൈറ്റ്ലി എന്ത് ചെയ്യും? അത് ഹീറ്റ് ആവും. അപ്പോൾ എന്തായിട്ട് മാറും? അത് സ്ലൈറ്റ്ലി ഹീറ്റ് ആകുമ്പോൾ ചെറിയൊരു ടെമ്പറേച്ചർ കയറുന്നു. അതെന്തായിട്ട് മാറുന്നു? അത് വേപ്പർ റെഫ്രിജറൻ്റ് ആയിട്ട് മാറുന്നു. അതാണ് നമ്മുടെ എന്ത് കോൺസെപ്റ്റ് നമുക്ക് വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് മെയിൻ കോമ്പണൻസും അതിൻ്റെ വർക്കിങ്ങും വരുന്നുണ്ടാവുക. ഏതൊക്കെയാണ്? കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസ് ആൻഡ് ഇവാപ്പറേറ്റർ. റിസീവർ ഇമ്പോർട്ടൻ്റ് അല്ല. റിസീവർ എന്നുള്ളത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ആവശ്യകതയില്ല. ബാക്കിയുള്ള 4 കോമ്പണൻസ് ശ്രദ്ധിക്കാം. ഇതൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? ബേസിക് റെഫ്രിജറേഷൻ. ഇത് നമ്മൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ടാവുക. എന്തൊക്കെയാണ് നമ്മൾ പോകുന്നുണ്ടാവുക? ഇതിൻ്റെ വർക്കിങ്ങും. ഇപ്പോൾ നമ്മളിപ്പോൾ വർക്കിംഗ് മാത്രമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യം ബ്ലോക്ക് ഡയഗ്രാം വരച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ കോമ്പണൻസും എടുക്കുക, ആ കോമ്പണൻസിൻ്റെ വർക്കിംഗ് എടുത്തെഴുതുക. ഇനി നമ്മൾ അതിന് പകരം വർക്കിംഗ് സൈക്കിൾ ചോദിച്ചു, അല്ലെങ്കിൽ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? വർക്കിംഗ് ഡയഗ്രാം പ്ലസ് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് വർക്കിംഗ് പ്രിൻസിപ്പിളും. ദാറ്റ് ഈസ് എന്ത് ചെയ്യണം? നമ്മൾ എന്താ പറയുക, PH ചാർട്ടും TS ചാർട്ടൊക്കെ വെച്ച് ആ സൈക്കിളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഫുൾ നമുക്ക് കവറായിട്ട് പോകുന്നുണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് എന്താ വരുന്നുണ്ടാവുക? നമുക്ക് 2 ചാർട്ടുകളാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൻ്റെ സൈക്കിൾസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് നമുക്ക് അതിൻ്റെ സൈക്കിളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താ വരുന്നുണ്ടാവുക? TH ചാർട്ട്, പ്രഷർ എൻതാൽപി ചാർട്ടും എന്താണ്? TS ടെമ്പറേച്ചർ എൻട്രോപ്പി ചാർട്ടുമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക? എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. എന്തൊക്കെയാണ് നമ്മൾ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്?
പ്രഷർ എൻതാൽപ്പി. കണ്ടോ, പ്രഷർ എൻതാൽപ്പി ചാർട്ടും അതുപോലെ തന്നെ എന്താണ് പ്രഷർ എൻതാൽപ്പി. ഓക്കെ, പ്രഷർ എൻതാൽപ്പി ചാർട്ടും അതുപോലെ തന്നെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം ആണ് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? പ്രഷർ എൻതാൽപ്പി ചാർട്ടും അതുപോലെ തന്നെ എന്താണ് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കോമ്പണന്റ് നമുക്ക് വരുന്നത് എന്താണ്? കംപ്രസറാണ്. ഫസ്റ്റ് കോമ്പണന്റ് വരുന്നുണ്ടാവുക എന്താണ്? കംപ്രസറാണ്. കംപ്രസറിന്റെ ഇൻലെറ്റ് കണ്ടീഷൻ എന്തായിരുന്നു? നമുക്കറിയാം, ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ ആണ്. ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ ആണ്. നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഇതാണ് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ വരുന്നുണ്ടാവുക. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത് എന്താണ്? ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ ആണ് വരുന്നുണ്ടാവുക. ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ ആണ് വരുന്നുണ്ടാവുക. ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ നമുക്ക് വരുന്നത് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ ആണ്. നമ്മൾ എന്ത് ചെയ്യുവാണ്? അതിനെ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് എന്താ ചെയ്യുന്നത്? കംപ്രസ് ചെയ്യുവാണ്. കംപ്രസ് ചെയ്യണം. എന്ത് പ്രോസസ്സാണ്? ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം S1 ഈക്വൽ ടു എന്താണ്? S2 ആണ്. S2 ആണ്. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? അതിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ആ റെഫ്രിജറന്റ് എന്ത് കൂടി? പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറി? കണ്ടീഷൻ എന്തിലെത്തി? 2-ലെത്തി. നോക്കി, ഇവിടെ നമ്മൾ pH ഡയഗ്രത്തിനകത്ത് നോക്കിയപ്പോൾ എന്താ വരുന്നത്? എന്താണ്? രണ്ട് കേസാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. pH ചാർട്ടിനകത്ത് എന്ത് കാണുന്നുണ്ട്? നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്തു അല്ലേ? പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? പ്രഷറാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ കംപ്രസ് ചെയ്ത് പ്രഷർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഷർ കൂടിയപ്പോൾ എന്തും കൂടി? എൻതാൽപ്പിയും ഇൻക്രീസ് ചെയ്തു. പ്രഷർ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? എൻതാൽപ്പിയും ഇൻക്രീസ് ചെയ്തു. 1 to എന്തിലേക്ക് മാറി? 2ലേക്ക് മാറി. അതാണ് ഫസ്റ്റ് പ്രോസസ്, ഐസെൻട്രോപിക് കംപ്രഷൻ. ഇത് 2-3 തരത്തിൽ കാണിക്കാറുണ്ട്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ കണ്ടീഷനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേപ്പർ റെഫ്രിജറന്റ് ഇനീഷ്യൽ കേസ് എന്നുള്ളത് എന്തിലാണ്? ലിക്വിഡ് വേപ്പർ മിക്സറിനകത്ത് ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ നിന്നാണ്, സാച്ചുറേഷൻ കർവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ചെറിയൊരു ഇത് കാണിക്കുന്നില്ല. തിയറിറ്റിക്കൽ സൈക്കിൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത് കുഴപ്പമില്ല. ഞാൻ മറ്റേ ഡയഗ്രം കൂടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിനകത്ത് അത് കറക്റ്റായിട്ട് അതും കൂടെ ഇട്ട് തരാം. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്താ വരുന്നത്? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു, കംപ്രഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് കേസ് എന്താ വരുന്നത്? കണ്ടൻസേഷൻ അല്ലേ? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ pH ചാർട്ട് എടുത്തപ്പോൾ എന്താ കാണുന്നത്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. കണ്ടൻസേഷൻ അല്ലേ? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതൊരു ലൈക്ക് എന്താണ്? ഒരു വേപ്പർ ഡോം ആണ് ഇവിടെ നമ്മൾ മൊത്തത്തിൽ കാണുന്നത് എന്താണ്? വേപ്പർ ഡോം ആണ്. ഇത് നമ്മൾ കാണുന്നത് എന്താണ്? വേപ്പർ ഡോം ആണ്. വേപ്പർ ഡോമിന്റെ ഈ സൈഡ് എന്താണ്? ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സാച്ചുറേറ്റഡ് വേപ്പർ ആണ്. ഇവിടെ നമ്മൾ കാണുമ്പോൾ എന്താണ്? സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ്. സെൻറ്ററിൽ എന്താ വരുന്നത്? ലിക്വിഡ് വേപ്പർ മിക്സ്ചർ ആണ്. ഇതേ കോൺസെപ്റ്റ് pH ചാർട്ടിൽ എടുത്താലും സെയിം കോൺസെപ്റ്റ് തന്നെയല്ലേ? ഇവിടെ നമ്മൾ വരുന്നുണ്ടാവുക, നമ്മൾ നോക്കുമ്പോൾ 1 കണ്ടോ? pH ചാർട്ടിനകത്ത് 1 കാണുമ്പോൾ എന്താ വരുന്നുണ്ടാവുക? 1. ഇവിടെ വരുമ്പോൾ എന്താണ്ടാവുക? ദാറ്റ് ഈസ് ലിക്വിഡ്, ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ്. ഇപ്പുറത്ത് ഈ കണ്ടീഷനകത്ത് വരുമ്പോൾ എന്തായിരിക്കും? സാച്ചുറേറ്റഡ് വേപ്പറും ഇവിടെ എന്താ വരുന്നുണ്ടാവുക? സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ഓർമ്മിച്ച് വയ്ക്കാം. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സ് എന്താ? 2 to 3. 2 to 3 വരുന്നത് എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്തേക്കുവാണ്? ഹീറ്റ് റിജക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്? ലാറ്റൻ ഹീറ്റ് ആണ് ആര് വലിച്ചെടുക്കുന്നത്? റെഫ്രിജറന്റ് ലാറ്റൻ ഹീറ്റ് ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? റിജക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താ ഉണ്ടാവുക? അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നുണ്ടാവുക ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് വേപ്പർ എന്തായിട്ട് മാറി? അതേ കണ്ടീഷനാണ് അല്ലേ? പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ? എന്ത് മാത്രമേ മാറുന്നുള്ളൂ? ഫേസ് കണ്ടീഷൻ മാത്രമാണ് മാറുന്നത്. 2 to 3 നമ്മൾ pH ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ 2 to 3 കണ്ടീഷൻ മാത്രമാണ് മാറുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം എന്താണ്? P2 ഈക്വൽ ടു എന്താണ്? P3 ആണ്. അപ്പോൾ എന്തായിട്ട് മാറി? ഇവിടെ നിന്ന് വേപ്പർ എന്നുള്ള കണ്ടീഷൻ നിന്ന് തേർഡ് കണ്ടീഷൻ ആയിട്ടുള്ള എന്തായിട്ട് മാറി? ഹൈ പ്രഷർ എന്തായിട്ട് മാറി? ലിക്വിഡായിട്ട് മാറി. ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള എന്തായിട്ട് മാറി? ലിക്വിഡായിട്ട് മാറി. ഇതാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ്. അതാണ് നമ്മുടെ 2 to 3. നമ്മൾ TS ഡയഗ്രം എടുത്താലും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. എന്തുണ്ടാവുന്നു? നമ്മൾ എന്ത് സംഭവിച്ചു? ഇതിലെന്തായിട്ട് മാറി? ഇതിൻ്റെ ഫേസ് ആണ് ചേഞ്ച് ആവുന്നത്. ഫേസ് എന്തായിട്ട് മാറി? ഇവിടെ നിന്ന് എന്തായിട്ട് മാറി? നമ്മുടെ പ്രഷർ ദാറ്റ് ഈസ് ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ വേപ്പറിൽ നിന്ന് എന്തായിട്ട് മാറി? ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എന്തായിട്ട് മാറി? ലിക്വിഡായിട്ട് മാറി. ഓക്കെ ആണല്ലോ? ഇവിടെ നമുക്കറിയാം ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ്. T2 ഈക്വൽ ടു എന്താണ്? T3 ആണ്. ഫേസ് ആണ് ചേഞ്ച് ചെയ്തത്. ലാസ്റ്റ് നമുക്ക് അടുത്ത പ്രോസസ്സ് വരുന്നത് എന്താണ്?
ദാറ്റ് ഈസ് കണ്ടൻസേഷൻ കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് വരുന്ന എന്താണ്? ഐസ് എൻതാൽപിക് എക്സ്പാൻഷൻ ആണ്. ശ്രദ്ധിക്കുക കേട്ടോ, ഐസ് എൻതാൽപിക് എക്സ്പാൻഷൻ. നമ്മളത് ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? പി എച്ച് ചാർട്ടിനകത്താണ് അല്ലേ. പി എച്ച് ചാർട്ട് നോക്കി കഴിയുമ്പോൾ കാണാം ഇവിടെ ഐസ് എൻതാൽപിക് എക്സ്പാൻഷൻ ആയതുകൊണ്ട് H3 = എന്താണ്? H4 ആണ്. H3 = എന്താണ്? H4 ആണ്. വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. H3 = എന്താണ്? H4 ആണ്. H3 = എന്താണ്? H4 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കുക, എന്ത് സംഭവിച്ചു? നമ്മൾ പറഞ്ഞു അല്ലേ, 3 to 4 എന്നുള്ള പ്രോസസ്സ് എന്തിനകത്താണ് നമ്മൾ പറഞ്ഞത്? അവിടെ വരുന്നത് എന്താണ്? ജൂൾ തോംസൺ കോഎഫിഷ്യൻറ്റ്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? എന്താ വരുന്നത്? μ/T = .T/dP@H = എന്താണ്? ത്രോട്ടിൽ വാൽവിൻ്റെ കോൺസെപ്റ്റ് ഓർമ്മയുണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്ത് ചെയ്തു? പ്രഷർ റെഡ്യൂസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചറും റെഡ്യൂസ് ചെയ്തു. പക്ഷേ എന്താ പ്രത്യേകത? അവിടെ എൻതാൽപ്പി കോൺസ്റ്റന്റ് ആണ്. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. H3 = H4. 3 to 4 എക്സ്പാൻഡ് ചെയ്തു. എന്താണ്? H3 = H4 കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ആണല്ലോ. അതേ പി എച്ച് ചാർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് എന്ത് കാണാം? H3 = H4 എന്നുള്ള കോൺസെപ്റ്റ് കാണാം. നെക്സ്റ്റ് അതേ സംഭവം തന്നെ നമ്മൾ നോക്കുക. ഇതിനകത്ത് ടി എസ് ഡയഗ്രത്തിനകത്ത് നോക്കി കഴിഞ്ഞാൽ എന്താ കാണുന്നത്? നമുക്കറിയാം ഇവിടെ എന്താ പറയണത്? എൻതാൽപ്പി കോൺസ്റ്റന്റ് ആണെന്നാണ് പറയണത്. എൻതാൽപ്പി കോൺസ്റ്റന്റ് ആണെന്നാണ് പറയണത്. പക്ഷെ നമ്മുടെ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എൻതാൽപ്പി കോൺസ്റ്റന്റ് ആണ്. എൻതാൽപ്പി കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? എക്സ്പാൻഡ് ചെയ്തേക്കുവാണ്. എൻതാൽപ്പി കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്തേക്കുവാണ്? എക്സ്പാൻഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ 3 to 4 എന്നുള്ളത് എന്ത് കുറഞ്ഞു? എൻട്രോപ്പി സ്ലൈറ്റ് ആയിട്ട് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. എന്താണ് അവിടെ? എൻട്രോപ്പി എന്തായി? സ്ലൈറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അതാണ് നമ്മുടെ എന്ത് പ്രോസസ്സ് കാണുന്നത്? 3 to 4 എന്നുള്ള പ്രോസസ്സ് കാണുന്നുണ്ടാവുക. 3 to 4 എന്നുള്ള പ്രോസസ്സ് കാണുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പ്രോസസ്സ് നോക്കാം. 4 to 1. ലാസ്റ്റ് പ്രോസസ്സ് നോക്കാം. 4 to 1. 4 to 1 വരുന്നത് എന്താണ്? 4 to 1 എന്ന് വെച്ചാൽ ലാസ്റ്റ് പ്രോസസ്സ് എന്താ വരുന്നുണ്ടാവുക? കോൺസ്റ്റന്റ് പ്രഷർ എന്താ വരുന്നുണ്ടാവുക? ഹീറ്റ് അബ്സോർപ്ഷൻ. കോൺസ്റ്റന്റ് പ്രഷർ എന്താ വരുന്നുണ്ടാവുക? ഹീറ്റ് അബ്സോർപ്ഷൻ. കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്സ് നോക്കുക. എന്താ ഉണ്ടാവുന്നത്? നമുക്കറിയാം ഇവിടെ 4th കണ്ടീഷനകത്ത് എന്താ വരുന്നുണ്ടാവുക? ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് വേപ്പർ മിക്സ്ചർ ആണ്. കണ്ടീഷൻ നോക്കി, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡും അല്ല, കംപ്ലീറ്റ് ആയിട്ട് എന്തും അല്ല, വേപ്പറും അല്ല. ദാറ്റ് ഈസ് എന്താണ്? ഇന്റർമീഡിയറ്റ് കണ്ടീഷൻ ആണ്. അപ്പോൾ അതെന്താണ്? ലിക്വിഡ് വേപ്പർ മിക്സ്ചർ ആണ്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഇതിനെ ലിക്വിഡ് ഇന്റർമീഡിയറ്റ് 4th കണ്ടീഷനുള്ള ലിക്വിഡ് വേപ്പർ മിക്സ്ചറിനെ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് വേപ്പർ മിക്സ്ചറിനെ അതെന്താക്കി മാറ്റുവാണ്? എന്താക്കി മാറുന്നു? ഫേസ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? അവിടെ ഹീറ്റ് വലിച്ചെടുക്കുക ചെയ്യുന്നത് അല്ലേ. നമ്മുടെ റൂമിലാണെങ്കിൽ റൂമിലെ, വേറെ എവിടത്തെയാണെങ്കിൽ വേറെ എവിടത്തെ ഹീറ്റ് വലിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അത് സ്ലൈറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഒപ്പം അവിടെ എന്താ ഉണ്ടാവുന്നത്? അവിടെ അത് എന്തായിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? അവിടെ നമുക്ക് ഇവാപ്പറേഷൻ വരുന്നുണ്ടാവും. കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഇവാപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? അവിടെ ആക്ച്വലി എന്തുണ്ടായി? നമ്മുടെ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ലിക്വിഡ് വേപ്പർ മിക്സ്ചർ എന്തായിട്ട് മാറി? സ്ലൈറ്റ്ലി എന്തുണ്ടാവുന്നുണ്ടാവും? പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ കണ്ടീഷൻ എന്തായിട്ട് മാറി? കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? വേപ്പറായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതാണ് എൻറ്റയർ തിങ്. അപ്പോൾ നമ്മൾ പി എച്ച് ചാർട്ടിനകത്ത് നോക്കിയാലും സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമുക്കിവിടെ കാണുന്നുണ്ടാവും അല്ലേ. അവിടെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറി? നമുക്കിവിടെ ഔട്ട്ലെറ്റ് കണ്ടീഷൻ 1 നമുക്ക് എന്താ വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് എന്താണ്? ലോ പ്രഷർ. ഇവിടെ നിന്ന് കണ്ടീഷൻ 4 അപേക്ഷിച്ച് എന്തായിട്ടുണ്ടാവും? സ്ലൈറ്റ്ലി എന്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും? പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കണ്ടീഷൻ എന്തായിട്ട് മാറി? കംപ്ലീറ്റ് വേപ്പർ റെഫ്രിജറൻ്റ് ആയിട്ട് മാറി. ഇതാണ് ദാറ്റ് ഈസ് ദ എൻറ്റയർ സൈക്കിൾ ഓഫ് എന്താണെന്നുള്ളത്? വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി 2 സ്റ്റെപ്പോട് കൂടിയിട്ട് നമ്മുടെ ഇതിൻ്റെ ആ ഡെറിവേഷൻ നമുക്ക് തീരും. അത് മാത്രം ഞാനൊന്ന് സമ്മപ്പ് ചെയ്തിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയേണ്ട കോൺസെപ്റ്റ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? COP ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. COP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. COPയുടെ ഇക്വേഷൻ എന്താണ്? ഓർമ്മയുണ്ടോ നമുക്ക്? COPയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസൈർഡ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ആണ് വരുന്നത് അല്ലേ. ഡിസൈർഡ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ആണ് വരുന്നത്. ഇവിടെ എന്താണ് ഡിസൈർഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ? ഇവിടെ നമുക്ക് ആക്ച്വലി ഡിസൈർഡ് എഫക്റ്റ് വരുന്നത് എന്താണ്? റെഫ്രിജറേഷൻ എഫക്റ്റ് ആണ് നമുക്ക് വരുന്നത്. എന്ത് എഫക്റ്റാണ് വരുന്നുണ്ടാവുക? റെഫ്രിജറേഷൻ എഫക്റ്റ് ആണ് നമുക്ക് ഇവിടെ വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ ഡിസൈർഡ് എഫക്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റെഫ്രിജറേഷൻ എഫക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ റെഫ്രിജറേഷൻ എഫക്റ്റ് നമുക്ക് ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് എവിടെയാണ് വരുന്നത്? 4 to 1 പ്രോസസ്സിനകത്താണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? റെഫ്രിജറേഷൻ എഫക്റ്റ് നമുക്ക് വരുന്നുണ്ടാവുക. ഏത് പ്രോസസ്സിനകത്താണ് നമുക്ക് വരുന്നുണ്ടാവുക? 4 to 1 പ്രോസസ്സിനകത്താണ് നമുക്ക് വരുന്നുണ്ടാവുക. എന്ത് വരുന്നുണ്ടാവുക? നമ്മുടെ റെഫ്രിജറേഷൻ എഫക്റ്റ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എവിടെയാണ് നമുക്ക് എൻതാൽപ്പി കൂടുതൽ വരുന്നുണ്ടാവുക? എവിടെയാണ് നമുക്ക് എൻതാൽപ്പി കുറവ് വരുന്നുണ്ടാവുക? നമുക്ക് എങ്ങനെ പറയാം? റെഫ്രിജറേഷൻ എഫക്റ്റ് 4 to 1 എന്നുള്ളതിനകത്ത് എവിടെ എൻതാൽപ്പി കൂടുതലുണ്ടാവുക? കമ്പാരിറ്റീവ്ലി
ഇങ്ങനെ വരുന്നുണ്ടാവുക. ഏതാണ് പ്രോസസ്സ്, എങ്ങനെയാണ് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം റെഫ്രിജറേഷൻ എഫക്റ്റ് എങ്ങനെ വരുന്നുണ്ടാവുക. H1 - H4 ആണ് വരുന്നുണ്ടാവുക അല്ലേ. ഇവിടെ എന്തായി, നമ്മൾ ഇവിടുന്ന് ടെമ്പറേച്ചർ നമ്മൾ വലിച്ചെടുത്തു അല്ലേ. അപ്പോൾ എന്തായിട്ട് മാറി, 4 നിന്ന് 1 എന്ന കണ്ടീഷനിലേക്ക് പോകുമ്പോൾ 1ലാണ് നമുക്ക് കമ്പാരിറ്റീവ്ലി എന്ത് വരുന്നുണ്ടാവുക, എൻതാൽപ്പി കൂടുതൽ വരുന്നുണ്ടാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാലോ. അപ്പോൾ ഈ pH ഡയഗ്രത്തിനകത്ത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നുണ്ടാവുക, H1 - H4 ആണ്. റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ വരുന്നുണ്ടാവുക, H1 - H4 ആണ്. കിട്ടിയില്ല എല്ലാവർക്കും. നമുക്ക് അടുത്ത ദിവസം പറ്റുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ്, ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. വർക്ക് ഡൺ നമുക്ക് എവിടെയാണ് വരുന്നുണ്ടാവുക, വർക്ക് ഡൺ നമുക്ക് വരുന്നത് കംപ്രസറിലാണ്. വർക്ക് ഡൺ നമുക്ക് വരുന്നുണ്ടാവുക എവിടെയാണ്, കംപ്രസറിലാണ്. കംപ്രസറിന്റെ കണ്ടീഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, കംപ്രസർ ഇൻ ടേംസ് കംപ്രസറിന്റെ വർക്ക് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പി കംപ്രസറിന്റെ വർക്ക് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, 1 to 2 എങ്ങനെ പറയാൻ പറ്റും കംപ്രസറിന്റെ വർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പി നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക. എവിടെ ഹയർ എൻതാൽപ്പി വരുന്നത്, കണ്ടീഷൻ 2ലാണ് അല്ലേ. നമ്മുടെ pH ചാർട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ എൻതാൽപ്പി കൂടുതൽ വരുന്നുണ്ടാവുക, 2 അല്ലേ. കണ്ടീഷൻ 1 കമ്പാരിറ്റീവ്ലി എന്താണ്, എൻതാൽപ്പി കുറവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, H2 - H1 അല്ലേ. വർക്ക് ഡൺ ഈക്വൽ ടു എന്താണ്, H2 - H1. വർക്ക് ഡൺ ഈക്വൽ ടു എന്താണ്, H2 - H1. ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. കംപ്രഷൻ പ്രോസസ് 1 to 2 എന്താണ്, W ഈക്വൽ ടു എന്താണ്, H2 - H1. കിട്ടിയില്ലേ. ഇത് തന്നെയല്ല ഞാൻ നേരത്തെ അവിടെ പറഞ്ഞേ, കംപ്രഷൻ പ്രോസസ് കണ്ടൻസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമുക്ക് അടുത്തൊരു റെഫ്രിജറേഷൻ എഫക്റ്റ് വരുന്ന ഏത് പ്രോസസ്സിനകത്താണ്, ലാസ്റ്റ് പ്രോസസ് 4 to 1. അപ്പോൾ റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നുണ്ടാവുക, H1 - H4. എന്താൽപ്പി കൂടുതൽ എവിടെയാണ് വരുന്നുണ്ടാവുക, H1ലാണ് അല്ലേ. അപ്പോൾ റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, H1 - H4. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എൻതാൽപ്പി കണ്ടുപിടിക്കണം. ഇതിനകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എൻതാൽപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, COP കണ്ടുപിടിക്കണം. അപ്പോൾ COP എന്ന് പറഞ്ഞാൽ എന്താണ്, COP ഈക്വൽ ടു എന്താണ്, ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. ഇപ്പോൾ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, റെഫ്രിജറേഷൻ എഫക്റ്റ് ആണ്. റെഫ്രിജറേഷൻ എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക, റെഫ്രിജറേഷൻ എഫക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ നേരത്തെ, H1 - H4. റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, H1 - H4 ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, H2 - H1. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, H2 - H1. അപ്പോൾ ഫൈനലി നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു H1 - H4 ഡിവൈഡഡ് ബൈ H2 - H1. എങ്ങനെ എഴുതാം, റെഫ്രിജറേഷൻ എഫക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, H1 - H4 ഡിവൈഡഡ് ബൈ H2 - H1. ഇതാണ് ഫൈനലി നമ്മുടെ എന്തെന്നുള്ളത്, COP ഓഫ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇതാണ് COP ഓഫ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇതിലെ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും അറിയണം. അതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്തുള്ള ക്ലാസ്സുകളിൽ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, മനസ്സിലാക്കുക. H1 - H4 ഡിവൈഡഡ് ബൈ H2 - H1. ഇനി ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ നോക്കുന്നുണ്ടാവും എങ്ങനെയാണ് H1 - H4 ഈക്വൽ ടു H1 - HF3 ആയെന്നാണ് അടുത്ത് നമുക്ക് അറിയേണ്ടത്. അത് നമുക്കറിയാൻ ഒരേ ഒരു കാര്യമുള്ളൂ. ഇവിടെ നോക്കുക, നമ്മുടെ pH ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് H3യുടെ കണ്ടീഷൻ എന്താണ്, H3യുടെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഗ്യാസ് ആണോ വേപ്പർ ആണോ, നമ്മുടെ വേപ്പർ ആണ് അല്ലേ. H3 എന്ന് വെച്ചാൽ എന്താണ്, അവിടെ നമുക്ക് HF3 ആണ് നമുക്ക് വരുന്നുണ്ടാവുക. H3 എന്ന് പറഞ്ഞാൽ എന്താണ്, HF3 ആണ് വരുന്നുണ്ടാവുക. നിങ്ങൾ തെർമൽ എഞ്ചിനീയറിംഗിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ കുറേ കാര്യങ്ങൾ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇവിടെ നമുക്ക് വരുന്നുണ്ടാവുക. H3 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നുണ്ടാവുക, HF3 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് COP ഈക്വൽ ടു എങ്ങനെ എഴുതാം, that is equal to H3 - HF3 divided by H2 - H1. നമുക്ക് എങ്ങനെ എഴുതാം, H3 - HF3 divided by H2 - H1. ശ്രദ്ധിക്കുക കേട്ടോ, H3 - HF3 divided by H2 - H1. അപ്പോൾ ഇതാണ് നമ്മുടെ എൻറ്റയർ തിങ്സ് എന്തിനകത്ത് വരുന്നുണ്ടാവുക, ലൈക്ക് നമ്മുടെ കോൺസെപ്റ്റ് ദാറ്റ് ഈസ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ലെക്ചർ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, താങ്ക് യു.